വർമാസ് കോപ്പറേറ്റീവ് സ്റ്റഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2023 അമെൻഡ്മെൻറ്റ്സാണ് 2023 ഭേദഗതികൾ സഹകരണ നിയമത്തിലെ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 15ാമത്തെ ക്ലാസ് ആയിരുന്നു കഴിഞ്ഞത്. അതിൽ സെക്ഷൻ 76 ആണ് നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടത്. അതിൽ വന്നിട്ടുള്ള അമെൻഡ്മെൻറ്റ്സ്, അതായത് എക്സിക്യൂഷൻ്റെ ഭാഗമാണ്. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ്, ഉത്തരവുകളുടെയും മറ്റ് നിർവഹണം, അതിൽ വന്നിട്ടുള്ള ഭേദഗതികൾ എന്തെല്ലാമാണെന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെക്ഷൻ 80 ആണ്. സെക്ഷൻ 80 എന്ന് പറയുന്നത് നമ്മുടെ സഹകരണ നിയമത്തിലെ ഒരു പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് മാറ്റേഴ്സാണ്. ഓഫീസേഴ്സ് എക്സെട്ര ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതായത് സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ മുതലായവരുടെ കാര്യങ്ങൾ, അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് സെക്ഷൻ 80 എന്ന് പറയുക. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. സെക്ഷൻ 80 തന്നെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ആദ്യം സബ്സെക്ഷൻ 3 ഒരു കുറച്ച് ഭാഗങ്ങളും കൂടെ കൂട്ടിച്ചേർക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. മൂന്നാമത്തെ സബ്സെക്ഷനിൽ ദി ഗവൺമെൻറ് ഷാൽ മേക്ക് റൂൾസ് ഐദർ പ്രോസ്പെക്റ്റീവ്ലി ഓർ റെട്രോസ്പെക്റ്റീവ്ലി regulating the qualification, remuneration, allowances and other conditions of service of the officers and servants of the different classes of societies specified in സബ്സെക്ഷൻ 1 എന്ന് ആണ് സബ്സെക്ഷൻ 3 പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം സബ്സെക്ഷൻ 1 എന്ന് കഴിഞ്ഞിട്ട് ഇനി പറയുന്ന കാര്യം, അതായത് ദി അപ്പോയിൻമെൻറ്റ് ഷാൽ ബി റെഗുലറൈസ്ഡ് ഓൺലി ആഫ്റ്റർ വെരിഫൈയിങ് ഹിസ് ഓർ ഹെർ ക്യാരക്ടർ ആൻഡ് ആൻറ്റിസിഡൻസ് ഓൺ സബ്സിക്വൻറ്റ് പോലീസ് വെരിഫിക്കേഷൻ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്നും കൂടെ ചേർക്കണം. അപ്പോൾ മൂന്നാം ഉപവകുപ്പിൽ അവസാന ഭാഗത്തായിട്ട് ഈ പറയുന്ന കാര്യം കൂടെ ചേർക്കണം. അതായത് പ്രസ്തുത നിയമനം നിർണയിക്കപ്പെട്ട പ്രകാരം പിന്നീടുള്ള പോലീസ് പരിശോധനയിലൂടെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവവും പൂർവ്വചരിത്രവും പരിശോധിച്ച ശേഷം മാത്രമേ നിയമനം ക്രമപ്പെടുത്തുവാൻ പാടുള്ളൂ എന്നും കൂടെ ഒരു ക്ലോസ് പുതുതായിട്ട് ഈ മൂന്നാമത്തെ സബ്സെക്ഷനിൽ ചേർക്കുകയാണ്. ഇപ്പം നിലവിൽ പോലീസ് വെരിഫിക്കേഷൻ ഇല്ലായിരുന്നു സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനത്തിന്. ഇപ്പോൾ മറ്റ് സർക്കാർ നിയമനത്തിലെ പോലെ തന്നെ പോലീസ് വെരിഫിക്കേഷൻ കൂടെ ഇവിടെ കൊണ്ടുവരികയാണ്. അതായത് ക്രമക്കേടുകളും മറ്റും കൂടുതൽ കണ്ടുവരുന്ന ഈ സാഹചര്യത്തിൽ അത് തടയുന്നതിനുള്ള ഒരു നടപടി എന്നുള്ള രീതിയിൽ ആ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ പൂർവ്വചരിത്രം പരിശോധിച്ച് അവരെങ്ങനെയുള്ള ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ, അതായത് ഈ വെരിഫിക്കേഷൻ, പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ നിയമനം ക്രമപ്പെടുത്താൻ പാടുള്ളൂ എന്നാണ്. അതായത് അവരുടെ അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. റെഗുലറൈസ് ചെയ്യുന്നത് അതിന് മുമ്പ് അല്ലാതെ തന്നെ റെഗുലറൈസ് ചെയ്യായിരുന്നു. അപ്പോൾ നേരത്തെ ഇത് ഇല്ലായിരുന്നു ഈ വെരിഫിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ കൂടെ നടത്തിയതിന് ശേഷം മാത്രമേ അത് റെഗുലറൈസ് ചെയ്യാൻ, അപ്പോയിൻമെൻറ്റ് റെഗുലറൈസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതാണ് സെക്ഷൻ 80 സബ്സെക്ഷൻ 3 വന്നിട്ടുള്ള മാറ്റം. ഇനി സബ്സെക്ഷൻ 3A എന്നും പറഞ്ഞൊരു ഭാഗമുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ ഒരു ചെറിയൊരു മാറ്റം അതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് 3A എന്ന് പറയുന്ന ഈ സബ്സെക്ഷനിൽ ആദ്യമായിട്ട് എ എന്ന് പറയുന്ന ക്ലോസ്, 3 ഭാഗങ്ങൾ, അതിനകത്ത് 2 മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ആദ്യം ആഫ്റ്റർ ദ വേർഡ്സ് സെർവൻസ് ഓഫ് ദ സൊസൈറ്റീസ്, അതായത് notwithstanding anything contained in this act or the rules made or orders issued
thereunder or in the bylaws of any society relating to the recruitment and conditions of service of officers and servants of societies എന്ന് കഴിഞ്ഞതിന് ശേഷം, സർവൻസ് ഓഫ് ദ സൊസൈറ്റീസ് എന്ന് കഴിഞ്ഞതിന് ശേഷം, എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റീസ് ഷാൽ ബി ഇൻസർട്ടഡ്. അതും കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം. എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റീസ്, സംഘം ജീവനക്കാരുടെയും എന്നുള്ള അത് കഴിഞ്ഞതിന് ശേഷം സംഘങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള സംഘം ജീവനക്കാർ. അപ്പോൾ സംഘം ജീവനക്കാരുടെ എന്നുള്ളത് മാറ്റാം. അത് മാറ്റിയിട്ട് സംഘങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള സംഘം ജീവനക്കാരുടെയും ആക്കണം. അത് ഇപ്പോൾ സംഘം ജീവനക്കാരുടെ എന്നുള്ള വാക്കുകൾക്ക് പകരമായിട്ട് ഇപ്പോൾ ഇവിടെ സെർവൻസ് ഓഫ് ദ സൊസൈറ്റീസ് എന്നാണ്. അതിന് പകരം എക്സെപ്റ്റ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ദ സൊസൈറ്റീസ് എന്നാക്കണം. സംഘം ജീവനക്കാരുടെയും എന്ന വാക്കിന് പകരമായിട്ട് സംഘങ്ങളുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഒഴികെയുള്ള സംഘം ജീവനക്കാരുടെയും എന്ന് ചേർക്കണം. അതാണ് ഈ എയിൽ ആദ്യമായിട്ട് ഉള്ള ഈ സബ്സെക്ഷൻ 3A വന്നിട്ടുള്ള ഒരു മാറ്റം. ഇനി അതിൽ തന്നെ അവസാനം ഒരു ഭാഗം കൂടെ ചേർക്കണം. ഈ 3A എന്ന് പറയുന്ന സബ്സെക്ഷൻ്റെ അവസാനമായിട്ട് the following sentence shall be added at the end. The appointment of chief executive of apex societies shall be made by the government after fixing qualifications. അപ്പെക്സ് സംഘങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നിയമനം യോഗ്യതകൾ നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ നടത്തേണ്ടതാണ് എന്നും കൂടെ ചേർക്കണം. അതിപ്പോൾ നിലവിലില്ല. ഇപ്പോൾ ഇങ്ങനെ കേരള സ്റ്റേറ്റ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് 1958 ഷാൽ ബി ഫോളോഡ് എന്ന് കഴിഞ്ഞതിന് ശേഷം ഇതും കൂടെ ചേർക്കണം. ദി അപ്പോയിൻമെൻറ്റ് ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ഷാൽ ബി മെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ആഫ്റ്റർ ഫിക്സിംഗ് ക്വാളിഫിക്കേഷൻസ്. അതായത് അപ്പെക്സ് സംഘങ്ങളിലെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നിയമനത്തിൻ്റെ യോഗ്യതകൾ നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ആ നിയമനം നടത്തണം എന്നുള്ളതാണ് വരുന്നത്. ഇനി 5ാമത്തെ സബ്സെക്ഷനിലാണ് അടുത്ത മാറ്റം. സെക്ഷൻ 80 പ്രിൻസിപ്പൽ ആക്ട് സെക്ഷൻ 80 അതിൽ സബ്സെക്ഷൻ 5 ഫോർ ദ വേർഡ്സ് 3% the words 4% shall be substituted. ഇപ്പോൾ നിലവിൽ 5ാമത്തെ വകുപ്പിൽ 3% എന്നാണ് കിടക്കുക. ആ 3% എന്നുള്ള വാക്കിന് പകരം 4% എന്ന് ആക്കണം. അതായത് ഏതാണ് ഭാഗം വരുന്നത്? 5ാമത്തെ വകുപ്പ് പറയുന്നത് നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 or 2, 3% of the total post of employees of every society shall be reserved for physically handicapped persons having a disability of 40% or above as certified by medical board, and the procedure of appointment shall be such as may be prescribed എന്നാണ് പറയുക. അപ്പോൾ അത് ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഇപ്പം നിലവിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക് 3% സംവരണമായത്. അത് മാറ്റം വന്നിട്ടുണ്ട്. അത് 4% മാറ്റിയിട്ടുണ്ട്. 4% മാറ്റി. അപ്പോൾ അത് ഈ ആ പെർസെൻറ്റേജ് മാത്രം മാറ്റിയാൽ മതി. 3% എന്നുള്ളത് പകരം 4% എന്നാക്കി. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഡിസബിലിറ്റി 40% അതിന് മാറ്റമൊന്നുമില്ല. 40% അല്ലെങ്കിൽ അത് കൂടുതലോ മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് അപ്പോയിൻമെൻറ്റ് നടത്താം. ആ രീതിയിൽ അങ്ങനെയുള്ളവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക. അതെങ്ങനെയുള്ളതിനാണ് പറഞ്ഞിരിക്കുക. മൊത്തം പോസ്റ്റുകളുടെ 3% എന്നായിരുന്നു. അതിപ്പം 4% എന്നാക്കി മാറ്റി. ഇനി അതിൽ തന്നെ ഈ 5ാമത്തെ വകുപ്പിൽ തന്നെ പ്രൊവിഷൻ, അതിൻ്റെ താഴെ പ്രൊവിഷൻ പ്രൊവൈഡഡ് ദാറ്റ് ഇൻ സൊസൈറ്റീസ് വെർ ദർ ആർ മോർ ദാൻ 10 ആൻഡ് ലെസ് ദാൻ 33 employees including cadre and sanctioned posts, there shall be reserved a minimum of 1 employee belonging to physically handicapped.
എന്ന് നിലവിലുണ്ടായിരുന്നു. അത് അതിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് 33 എന്നുള്ള വാക്കിന് പകരമായിട്ട് 25 എന്നാക്കണം. അതായത് ഇൻ ദ പ്രൊവിസോ ഫോർ ദ വേർഡ്സ് 33 the words 25 shall be substituted, provided that in societies where there are more than 10 and less than 33, അതായത് 10 അതിൽ കൂടുതലോ അല്ലെങ്കിൽ 33 എംപ്ലോയീസ് കുറവോ, എംപ്ലോയീസിൽ കുറവോ എന്നുള്ളിടത്ത് 25 എംപ്ലോയീസ് എന്നാക്കണം. 33 എന്നുള്ള മാറ്റി 25 ആക്കണം. 25 എംപ്ലോയീസിൽ കുറവാണെങ്കിൽ എന്നുള്ളതാണ്. ഇൻക്ലൂഡിങ് കേഡർ ആൻഡ് സാങ്ഷൻഡ് പോസ്റ്റ് ദർ ഷാൽ ബി റിസർവ്ഡ് എ മിനിമം ഓഫ് 1 എംപ്ലോയി ബിലോങ് ടു അങ്ങനെയുള്ളിടത്ത് ഒരു ആൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് നിന്നുള്ള വ്യക്തിക്കായിരിക്കണം സംവരണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ആ 33 എന്നുള്ളത് 25 എന്നാക്കി മാറ്റുക. അതാണ് വേറൊരു മാറ്റം വന്നിരിക്കുന്നത്. ഇനി അടുത്ത അമെൻഡ്മെൻറ്റ് സെക്ഷൻ 80A സെക്ഷൻ 80A എന്ന് പറയുന്നത് പെൻഷൻ സ്കീമിനെ പറ്റിയാണ് പറയുക. പെൻഷൻ സ്കീം. അപ്പം അതിൽ in subsection 1 after the words of this act the words and for the employees of cooperative unions in the state shall be inserted. അപ്പോൾ 80A വകുപ്പിൽ ഇതാണ്. 80A വകുപ്പിൻ്റെ 1-ാം ഉപവകുപ്പിൽ ബോർഡുകളിലെ ജീവനക്കാർക്കും എന്ന വാക്കുകൾക്ക് പകരമായിട്ട് ബോർഡുകളിലെയും സംസ്ഥാന സഹകരണ യൂണിയനുകളിലെ ജീവനക്കാരെയും എന്നീ വാക്കുകളും കൂടെ ചേർക്കണം. അതാണ് അതിനകത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. എംപ്ലോയീസ് ഓഫ് ദ ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദിസ് ആക്ട് എന്ന് കഴിഞ്ഞതിന് ശേഷം ആൻഡ് ദ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് യൂണിയൻസ് ഇൻ ദ സ്റ്റേറ്റ് ഷാൽ ബി ഇൻസേർട്ടഡ്. അപ്പോൾ സംസ്ഥാനത്തെ സഹകരണ യൂണിയനുകളിലെ ജീവനക്കാരെയും കൂടെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇപ്പോൾ ജീവനക്കാരെയും ബോർഡുകളിലെ ജീവനക്കാർക്കൊന്നും മാത്രമേ ഉള്ളൂ. അത് മാറ്റിയ പെൻഷൻ ബോർഡിലെ ജീവനക്കാർക്കെന്നുള്ളത് അത് മാറ്റിയിട്ട് ബോർഡുകളിലെയും അതുകൂടാതെ സംസ്ഥാനത്തിലെ സഹകരണ യൂണിയനുകളിലെ ജീവനക്കാരെയും കൂടെ ഈ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാറ്റമാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി അടുത്തത് സെക്ഷൻ 80Bയിലാണ്. 80B നിങ്ങൾക്കറിയാം കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിനെ പറ്റിയാണ്. സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡിനെ പറ്റിയാണ് സെക്ഷൻ 80B എന്ന് പറയുന്നത്. ആ വകുപ്പിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതായത് 1-ാമത്തെ സബ്സെഷൻ പാടെ മാറ്റിയിരിക്കുകയാണ്. 80Bയിൽ 1-ാമത്തെ ഉപവകുപ്പ് കംപ്ലീറ്റ് എടുത്ത് മാറ്റി പുതുതായിട്ട് ഒരു ഭാഗം കൊണ്ടുവന്നിരിക്കുക ഉപവകുപ്പ്. അപ്പോൾ എന്താണ് പുതുതായിട്ട് ചേർക്കുന്ന ഭാഗം എന്ന് പറയുന്നത്? ഇപ്പം നിലവിൽ ഉള്ളത് നമുക്ക് പറയാം. നിലവിൽ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ഓർ ദ റൂൾസ് ഓർ ഇൻ ദ ബൈലോസ് ഓഫ് എനി സൊസൈറ്റി റിലേറ്റിംഗ് ടു ദ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് സർവൻസ് ദെയർ ഓഫ് the government shall by notification in the Gazette constitute a cooperative service examination board for the conduct of written examination for all direct recruitment to the post and above the category of junior clerk in the PACS, PCS, urban cooperative banks and primary agricultural and rural development banks in the state എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് മാറ്റിയിട്ട് ഇപ്പോൾ എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും, അതായത് രജിസ്ട്രാറിൻ്റെ കീഴിൽ വരുന്ന നിയന്ത്രണത്തിൽ വരുന്ന എല്ലാ സഹകരണ സ്ഥാപനങ്ങളുടെയും അവിടെ ഒരു റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ കീഴിൽ നിയമനം നടത്തണം. ജൂനിയർ ക്ലാർക്ക് മുതൽ മുകളിലോട്ടുള്ള പോസ്റ്റുകളിൽ എന്നാക്കി മാറ്റി. അതാണ് ഇത് പറയുന്നത്. ഇങ്ങനെയാണ് പറയേണ്ടത്. 1-ാമത്തെ സബ്സെക്ഷൻ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ഓർ ദ റൂൾസ് made thereunder or in the bylaws of any society relating
to the recruitment of officers and servants thereof, but subject to section 80BB, the government shall by notification in the Gazette constitute a cooperative examination board for the conduct of written examination or all direct recruitment to the post of and above the category of junior clerks in all cooperative societies, boards and other institutions under the control of registrar of cooperative societies. ഇനി ഒരു പ്രൊവിഷന് താഴെ provided that the registrar may taking into consideration the financial capacity and the viability of such a society, exempt any society or class of societies from the provisions of this subsection in the manner as may be prescribed എന്ന് പറയുന്നുണ്ട്. അതായത് ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആക്റ്റിലോ അതിന് കീഴിലുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലോ ഏതെങ്കിലും സംഘത്തിലെ ഉപനിയമങ്ങളിലോ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും എന്നാൽ 80BB വകുപ്പിന് വിധേയമായും, എന്താ 80BB വകുപ്പ്? അത് പിന്നീട് വന്ന ഒരു അമെൻഡ്മെൻറ്റ് 80BB. 80A പെൻഷൻ സ്കീം, 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, പിന്നെ 80CA ഉള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് ഒരു അമെൻഡ്മെൻറ്റ് വന്നായിരുന്നു 80BB. 80BB എന്ന് പറയുന്നത് RCMPUവിലെ നിയമനം സംബന്ധിച്ച്, അതായത് റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയനിലെ റിക്രൂട്ട്മെൻറ്റ് സംബന്ധിച്ചൊരു റിക്രൂട്ട്മെൻറ്റ് കമ്മിറ്റി അപ്പോയിൻമെൻറ്റിന് വേണ്ടി രൂപീകരിക്കാം, സർക്കാരിൻ്റെ ഗസറ്റ് വിജ്ഞാപനം വഴി രൂപീകരിക്കാമെന്ന് പറഞ്ഞ് 80BBയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അത് എടുത്തു പറഞ്ഞിരിക്കുന്നത്. 80BB വകുപ്പിന് വിധേയമായും സർക്കാർ ഗസറ്റ് വിജ്ഞാപനം വഴി എല്ലാ സഹകരണ സംഘങ്ങളിലും ബോർഡുകളിലും രജിസ്ട്രാറിൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള മറ്റ് സ്ഥാപനങ്ങളിലേക്കും ജൂനിയർ ക്ലർക്കും അതിന് മുകളിലെ വിഭാഗങ്ങളിലുമുള്ള തസ്തികയിലേക്കുമുള്ള നേരിട്ടുള്ള എല്ലാ നിയമനങ്ങൾക്കും വേണ്ടി എഴുത്തു പരീക്ഷ നടത്തുന്നതിനായി ഒരു സഹകരണ പരീക്ഷാ ബോർഡ് രൂപീകരിക്കേണ്ടതാണ്. അപ്പം നിലവിൽ സഹകരണ പരീക്ഷാ ബോർഡുണ്ട്, പക്ഷേ അതിൽ ലിമിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇന്ന സംഘങ്ങളിൽ നിന്ന്. ഇനി അങ്ങനെയല്ല, രജിസ്ട്രാറുടെ കീഴിൽ വരുന്ന എല്ലാ സംഘങ്ങളിലെയും ജൂനിയർ ക്ലർക്കും അതിന് മുകളിലുള്ള വിഭാഗങ്ങളിലേക്കുള്ള തസ്തികകളിലേക്കുള്ള നേരിട്ടുള്ള എല്ലാ നിയമനങ്ങൾക്കും ഈ സഹകരണ പരീക്ഷാ ബോർഡാണ് ഇനി ഒരു എഴുത്ത് പരീക്ഷ റിട്ടേൺ എക്സാമിനേഷൻ നടത്തേണ്ടത്. അപ്പോൾ എല്ലാ സംഘങ്ങളിലെയും എന്നവിടെ എടുത്തു പറഞ്ഞു. എന്നാൽ ഒരു പ്രൊവിഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. പ്രൊവിഷൻ എന്താ പറഞ്ഞിരിക്കുക? പ്രൊവൈഡഡ് ദാറ്റ് the registrar may taking into consideration the financial capacity and viability of such a society, exempt any society or class of such societies from the provisions of this subsection in the manner as may be prescribed. അതായത് എന്നാൽ രജിസ്ട്രാറിന് ഇത്തരം സംഘങ്ങളുടെ സാമ്പത്തിക ശേഷിയും പ്രവർത്തനക്ഷമതയും കണക്കിലെടുത്ത് ഏതെങ്കിലും സംഘത്തെയോ സംഘങ്ങളുടെ വിഭാഗത്തെയോ നിർണ്ണയിക്കപ്പെടുന്ന പ്രകാരം ഈ വകുപ്പിൻ്റെ വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കാവുന്നതാണെന്നും ഒരു പ്രൊവിഷനും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് 80Bയിൽ വന്നിരിക്കുന്ന ഒരു സുപ്രധാനമായ മാറ്റമാണ്, അമെൻഡ്മെൻറ്റാണ്. എല്ലാത്തരം സംഘങ്ങൾക്കും രജിസ്ട്രാറിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാത്തരം സംഘങ്ങളിലെയും നിയമനം ഇനി എക്സാമിനേഷൻ ബോർഡ് ആയിരിക്കും നടത്തുക. റിട്ടേൺ എക്സാമിനേഷൻ വഴി നേരിട്ടുള്ള നിയമനം, ജൂനിയർ ക്ലർക്ക് മുതൽ മുകളിലോട്ടുള്ള എല്ലാ സംഘങ്ങളിലെയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് സെക്ഷൻ 80യിൽ നമ്മൾ കണ്ടത്. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന് പറയുന്ന സെക്ഷൻ 80, അതിലെ സുപ്രധാനമായ മാറ്റങ്ങളാണ് നമ്മൾ കണ്ടത്. സെക്ഷൻ 80, അതുപോലെ 80A എന്ന് പറയുന്ന പെൻഷൻ സ്കീം, അതുപോലെ 80B കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ്, ഈ 3 സെക്ഷനിലും വന്നിരിക്കുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ. അതിൽ 80Bയിലാണ് ഇങ്ങനെയുള്ള ഒരു പ്രധാന മാറ്റം നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. ഇനി നമുക്ക് അടുത്തത് സെക്ഷൻ 88 ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പരീക്ഷ എടുത്തു വരുന്നു, അതുകൊണ്ട് നിങ്ങൾ പല പ്രാവശ്യം കണ്ടും കേട്ടും പഠിക്കുക, അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേണ്ടി